ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും ചില സ്വാർത്ഥതകളൊക്കെ ഉണ്ട്. ഹരിയോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചപ്പോ ഞാനും ചെറുതായിട്ട് അങ്ങനെ ആയിപ്പോയി. ഹരി എല്ലാവരോടും നന്നായിട്ട് പെരുമാറുന്ന ആളാണ്. ഉത്തരയോടും അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ ഹരി എന്നെ ഓർത്തു. ഞാനിവിടെ വിളമ്പ് വെച്ച് ഹരിയെയും കാത്തിരിക്കണമെന്ന് ഓർത്തോ? സോറിടോ, ഞാനങ്ങ് വിട്ടുപോയി. റിയലി സോറി. എടോ, നമ്മളിപ്പോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ് ഉണ്ടല്ലോ, ഉത്തരയാണ് അതൊക്കെ നമുക്ക് വേണ്ടി ചെയ്യുന്നത്. ഇനിയിപ്പോ അത് ഇഷ്ടമല്ല എന്ന് താൻ പറഞ്ഞ, എടോ ഇപ്പൊ ഈ നിമിഷം നമ്മളെ പ്രൊജക്ട് തന്നെ വേണ്ടാന്ന് വെക്കും. എന്തിന്? ഞാനിപ്പോ അതാണോ പറഞ്ഞ? ഹരിക്ക് 100,000 സുഹൃത്തുണ്ടായാലും എനിക്ക് ഒരു കുഴപ്പമില്ല. അതില് ഒരുപാട് പെണ്ണുങ്ങൾ ഉണ്ടായാലും എന്നെ അത് ബാധിക്കില്ല. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന ചെറിയ ചെറിയ ചില പരിഗണനകളുണ്ട്. ഒരാൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോ എന്റെ നേർക്കുള്ളൊരു നോട്ടം, ഭക്ഷണം കഴിക്കാൻ സമയമാകുമ്പോ എന്നോടൊരു ചോദ്യം. ഇതൊക്കെ ഏത് പെണ്ണുങ്ങളും ആഗ്രഹിക്കാത്ത? ഇനി ആവർത്തിക്കില്ല. അതെ, ഞാനും ഈ ദാമ്പത്യ ജീവിതത്തിൽ അംഗൻവാടിയിൽ എത്തിയതേ ഉള്ളൂ. ഇനി പഠിച്ച് മുന്നേറണം. പിന്നെ പ്രൊജക്ട് നിർത്താനുള്ള മാർഗങ്ങളൊന്നും ചിന്തിക്കല്ലേ. അത് മുന്നോട്ട് പോകന്നെ വേണം. ഓക്കെ, അപ്പൊ അത് കോംപ്രമൈസ് ആയേ. ഇനി നമുക്ക് ചെന്നിരുന്ന് ഭക്ഷണം കഴിച്ചാലോ? എനിക്ക് വേണ്ട. എടോ, അപ്പൊ പിന്നെ താൻ പട്ടിണി കിടക്കാനോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും പുറത്തു പോയി ഭക്ഷണം കഴിക്കാം. വാ. മിണ്ടാതിരുന്നേ അവിടെ. എനിക്ക് വിശക്കുന്നില്ല. പിന്നെ ഇതൊരു ഓർമ്മയായിട്ട് അവിടെ കിടന്നോട്ടെ. എടോ, ഈ പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ താനുമായിട്ട് പുറത്തേക്ക് പോയാൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ തൽക്കാലം ഇങ്ങനെ പോയാ മതി. എന്നോട് വിഷമം തോന്നല്ലേ കേട്ടോ. ഒരുപാട് പാവമായി പോയി എന്റെ നിത്യ.